നടി തൃഷയ്ക്കെതിരായ വിവാദ പരാമർശത്തിൽ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിൻ കസ്റ്റഡിയിലായിരിക്കുകയാണ്. കാവേരി വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കെയാണ് ആരാധകർ തൃഷ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ ഒരു വാക്കാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെ കുരുക്കായിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. വീഡിയോയിലേക്ക്. ജൂലൈ മാസത്തില് 32 TMC തണ്ണീർ அப்படின்னு மொத்தம் 42 TMC தண்ணீர் நமக்கு வந்திருக்கணும். ஆனா இன்னைக்கு ஒரு சொட்டு தண்ணீர் கூட வரல. ஆனா இதை பத்தி இருக்கக்கூடிய முதலமைச்சர் வாயை திறந்து பேசுறாரா? பேச மாட்டேங்கிறார். அவருக்கு இருக்கக்கூடிய ஒரே கவலை என்ன? திமுக மேல என்ன பொய் வழக்கு போடலாம், என்ன பொய் கேஸ் போடலாம். எங்க தண்ணி வருதோ இல்ல அங்க தண்ணி வரணும். കാവേരി சொன்ன കാവേരി വിഷയത്തിലെ പ്രസംഗത്തിനെതിരെ തൃഷയ്ക്കെതിരെ നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിലാണ് പോലീസ് കേസെടുത്ത് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വെള്ളം എന്നൊരു വിഷയം, ഒരു പദം തന്നെ ദ്വയാർത്ഥപരമായിട്ട് സംസാരിച്ചതിന്റെ പേരിലാണ്, തൃഷയ്ക്കെതിരെയായിട്ട് സംസാരിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ സ്റ്റാലിൻ കസ്റ്റഡിയിലായിരിക്കുന്നത്. കാവേരി വിഷയമാണ് സംസാരിച്ചിരിക്കുന്നത്. പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുന്നു, യാതൊരു തെറ്റുമില്ല, ആരെ വ്യക്തിഹത്യ നടത്തിയിട്ടില്ല എന്നാണ് ഉദയനിധി സ്റ്റാലിൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആരാധകർ തൃഷ എന്ന് ഉറക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് നിശബ്ദനായി ഇരുന്നിട്ട് അടുത്ത ഒരു പറഞ്ഞൊരു വാചകമാണ്. അത് കഴിഞ്ഞിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യം, ഞാൻ കാവേരി വിഷയത്തെ പറ്റി കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്, ഞാൻ തൃഷയെ പറ്റി അല്ല സംസാരിച്ചതെന്ന് എടുത്തുകൂടി പറയുന്നുണ്ട്. പക്ഷേ തണ്ണി എങ്കത് വരത് എന്നൊരു വിഷയമാണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു വിഷയം നമുക്ക് കാവേരി വിഷയവുമായിട്ട് ബന്ധപ്പെടുത്താൻ ഒരിക്കലും സാധിക്കുകയില്ല. ആരാധകർ തൃഷ എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അവിടെ കൂടി നിന്നുള്ള കാണികൾ എടുത്തു പറഞ്ഞപ്പോൾ ഉദയനിധി സ്റ്റാലിൻ അത് വിലക്കിയില്ല. അത് തന്നെ ഉദയനിധി സ്റ്റാലിന് വല്ലാത്തൊരു പോരായ്മ തന്നെയാണല്ലോ. പക്ഷേ ഞാൻ കാവേരി വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആരാധകർ തൃഷ അല്ലെങ്കിൽ കാണികൾ തൃഷ എന്ന് പറഞ്ഞത് എന്റെ കുഴപ്പമാണോ എന്നൊക്കെയാണ് ഉദയനിധി സ്റ്റാലിൻ അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും പല താരങ്ങൾ, അതായത് ഖുശ്ബു ഉൾപ്പെടെയുള്ള പല താരങ്ങളും ഉദയനിധി സ്റ്റാലിനെതിരായിട്ട് പറയുന്നത് കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശം തന്നെയാണ് പറഞ്ഞത്. കാരണം പറയാൻ പാടില്ലാത്ത, അതായത് ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണ് ഉപയോഗിച്ചത്. വളരെ മോശകരമായ രീതിയിൽ ദ്വയാർത്ഥപരമായിട്ട് സംസാരിച്ച ഉദയനിധി സ്റ്റാലിനെതിരെ കർശനമായിട്ട് നിയമം നടപ്പിലാക്കുക. അതായത് ഉദയനിധി സ്റ്റാലിൻ ജാമ്യം, അതായത് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നു. അത് കാരണം ഉച്ചവരെ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യുകയില്ല, കസ്റ്റഡിയിൽ വെക്കുകയുള്ളൂ എന്നൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഉദയനിധി സ്റ്റാലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കിയിരിക്കുകയാണ്. ഉദയനിധി സ്റ്റാലിന് ജാമ്യം എടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഉദയനിധിക്കെതിരെ തഞ്ചാവൂർ പോലീസാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് കേസെടുത്തത്. അറസ്റ്റ് അനുവദിക്കില്ലെന്ന് DMK നേതാക്കൾ പ്രതിഷേധം ഉയർത്തിയെന്ന്, ഒപ്പം തന്നെ BJP നേതാക്കളും അതേപോലെ TVK നേതാക്കളും ഒരുപോലെ ഉദയനിധി സ്റ്റാലിനെതിരെ അറ്റാക്ക് നടക്കുകയാണ്. കാരണം സ്ത്രീവിരുദ്ധ പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. ഒരു നടിയാണ്, അതിലുപരി ഒരു സ്ത്രീയാണ്. ആ ഒരു സ്ത്രീയെ കാവേരി വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് വളരെ മോശമായി പോയി. നമുക്കറിയാം, തമിഴ്നാട് വിജയ് മുഖ്യമന്ത്രി ആയപ്പോൾ മുതൽ അവിടെ തൃഷയുടെ പേരുകൾ കൂട്ടിച്ചേർത്ത് പല രീതിയിൽ കഥകൾ മെനയുന്നുണ്ട്. കാരണം വിജയുടെ ദാമ്പത്യ ജീവിതം അത്ര നല്ല സുഖത്തിലല്ല ഇപ്പോൾ. കാരണം അവർ ഡിവോഴ്സ് ആകാനിരിക്കുകയാണ്, ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചേരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ പിന്നെ കേട്ടു. ഇതെല്ലാം അവിടെ മാറ്റിവെക്കട്ടെ. കാരണം രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായിട്ട് ജീവിതം കൂട്ടിക്കലർത്തി സംസാരിക്കേണ്ട ആവശ്യം ഒരു രാഷ്ട്രീയ നേതാവിനുമില്ല. രാഷ്ട്രീയം പറയുന്ന ഒരു വ്യക്തിയും അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഉദയനിധി സ്റ്റാലിൻ പ്രയോഗിച്ചിരിക്കുന്നത് കാവേരി വിഷയം സംസാരിക്കുമ്പോൾ കാവേരി വിഷയം മാത്രം സംസാരിച്ചാൽ മതി. കാണികളിൽ ഒരാൾ അല്ലെങ്കിൽ ആസ്വാദകരിൽ ഒരാൾ തൃഷ എന്ന് പേര് വിളിക്കുമ്പോൾ എന്തുകൊണ്ട് തൃഷ എന്നുള്ള പേര് നിങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കാതെ അതിന് പ്രചോദനമായ രീതിയിൽ ഒരു വേർഡ് പറഞ്ഞതാണ് ഇപ്പോൾ സ്റ്റാലിന് കുരുക്കുമുറുകുന്നത്. ഔദ്യോഗിക വസതിയിൽ എത്തിയാണ് കസ്റ്റഡിയിലെടുത്ത് തഞ്ചാവൂർ പോലീസ്. അതേസമയം അറസ്റ്റ് രേഖപ്പെടുത്തിയോ എന്ന കാര്യത്തിൽ ആദ്യം വലിയ വ്യക്തത ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലെടുത്തു, മുൻകൂർ ജാമ്യം അനുവദിച്ചില്ല. മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുണ്ട്, അതായത് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ കസ്റ്റഡിയിൽ എടുത്തിട്ടും അറസ്റ്റ് ചെയ്തിട്ടും താൻ പറഞ്ഞ വാക്കിൽ നിന്നും ഒരടി മാറാനോ, അതായത് ക്ഷമാപണം നടത്താനോ ഉദയനിധി സ്റ്റാലിൻ തയ്യാറല്ല.
കാര്യങ്ങളല്ല. കാരണം ഞാൻ കാവേരി വിഷയത്തെ പറ്റിയാണ് പറഞ്ഞത്. തൃഷ എന്ന് അവിടെ ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാവേരി വിഷയത്തെ പറ്റി മാത്രമാണ് സംസാരിച്ചെങ്കിൽ എടുത്തു പറഞ്ഞത് എന്തിനാണ് ഞാൻ കാവേരിയെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചതെന്ന് പറയേണ്ട ആവശ്യം വന്നിരിക്കുന്നത്. അപ്പൊ തൃശ്ശയെ പറ്റി സംസാരിച്ച ശേഷമല്ലേ കാവേരി വിഷയം എടുത്തിരുന്നത്. ഒരു സ്ത്രീ, അത് ഏത് സ്ത്രീയും ആയിക്കോട്ടെ, ഒരു സിനിമാ നടിയോ അല്ലെങ്കിൽ ഏത് സാധാരണ സ്ത്രീയും ആയിക്കോട്ടെ, പക്ഷെ ആ സ്ത്രീയെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവായ, അതായത് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിൻ ആ ഒരു റെസ്പെക്ട് വാക്കുകളിലും പെരുമാറ്റത്തിലും കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഓപ്പോസിഷൻ ലീഡറാണ്. TVKയുടെ അതായത് രാഷ്ട്രീയപരമായിട്ട് TVKനെ വിമർശിക്കാം, അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ഓരോ എടുക്കുന്ന തീരുമാനങ്ങളെ രാഷ്ട്രീയപരമായ രീതിയിൽ വിമർശിക്കാം. അല്ലാതെ വിജയുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും കണക്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതി നമ്മൾ ഇതിനു മുമ്പും ഉദയനിധി സ്റ്റാലിന് കണ്ടതാണ്. വിജയ് തമിഴ്നാട്ടിലെ നിയമസഭയിൽ നല്ലൊരു മറുപടി, ഒരു കുട്ടി സ്റ്റോറി ആയിട്ട് ഇതിനു മുന്നേ ഉദയനിധി സ്റ്റാലിൻ നല്ലൊരു മറുപടി കൊടുത്തതാണ്. അതായത് ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവ് ഇപ്പോൾ കൂടുതൽ ഭരണം കാഴ്ചവെച്ചപ്പോൾ ആ നേതാവിനെ അവിടെയുള്ള നാട്ടുകാരെല്ലാം കഴുത്തിന് പിടിച്ച് പുറത്താക്കി എന്നുള്ള രീതിയിൽ ഒരു അപഹാസ്യകരമായ രീതിയിൽ ഒരു കുട്ടി സ്റ്റോറി ആയിട്ട് പറഞ്ഞതാണ്. ആ നേതാവ് ആരാണെന്ന് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ആളുകൾക്കും അല്ലാതെയുള്ള ആളുകൾക്കും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഉദയനിധി സ്റ്റാലിൻ ഏകദേശം അത് പഴയ സ്റ്റാലിന്റെ അതേ ഒരു തനി പകർപ്പായി മാറുകയാണ്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഉദയനിധി സ്റ്റാലിന് കാത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ മാത്രമല്ല, ഏതൊക്കെ വകുപ്പുകൾ ചുമത്തി സ്ത്രീവിരുദ്ധ പരാമർശം അല്ലാതെ പുറത്ത് കടക്കാൻ പറ്റാത്ത രീതിയിൽ കുരുക്കിട്ട് മുറുക്കാനാണ് ശ്രമമെന്നൊക്കെയാണ് ഉദയനിധി പറയുന്നത്. എന്ത് തന്നെയാണെങ്കിൽ ഇപ്പൊ അദ്ദേഹം അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോൾ ഒരു ഓപ്പോസിഷൻ ലീഡർ ഈ ഒരു പരാമർശം നടത്തി കസ്റ്റഡിയിലാവുക എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ DMKനെ പ്രതിക്കൂട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വർഷങ്ങളായി അവിടെ ഭരിച്ചു വന്നിരുന്ന പാർട്ടിയാണ് DMK. സ്റ്റാലിന്റെ പല ഹിന്ദു വിരുദ്ധ പരാമർശത്തിന്റെ പരിണിത ഫലം തന്നെയാണ്, അതുപോലെ ഉദയനിധി സ്റ്റാലിന്റെ പരിണിത ഫലം തന്നെയാണ് ഇപ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും അവരുടെ അഹങ്കാരം ധാർഷ്ട്യവും മാറിയിട്ടില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഏറ്റവും കൂടുതൽ അവിടെ ഇവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പല ക്രിമിനൽ ആക്ടിവിറ്റീസും ക്രിമിനൽ കേസുകളും ഉയർന്നു വന്നത്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. കാരണം കർശനമായിട്ടുള്ള നിയമങ്ങളും കർശനമായിട്ടുള്ള ശിക്ഷയുമാണ് ഓൺ ദ സ്പോട്ടിൽ വിജയ് സർക്കാർ അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടുന്നുമുണ്ട്. സ്റ്റാലിന്റെ കാലഘട്ടവും വിജയുടെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താണ് ഇനി ഉദയനിധി സ്റ്റാലിന് വരാൻ പോകുന്നത് നമുക്കറിയില്ല. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അകത്താക്കുമോ, അതോ എന്താണ് പറയുക, ഇനിയിപ്പോ പുറത്തേക്ക് വിടുമോ ഒന്നും നമുക്കറിയില്ല. ഒരു പ്രതിപക്ഷ നേതാവ്, തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവാണ് ഇവിടെ പ്രതിപട്ടികയിൽ ഇരിക്കുന്നത്. DMKക്ക് ഇത് വലിയ രീതിയിൽ ക്ഷീണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃഷ ഇതിനെതിരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല, വിജയ് പ്രതികരിച്ചിട്ടില്ല. ഇനി എന്താണ് അവരുടെ പ്രതികരണം കൂടി നമുക്കറിയാം.